എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ അഗ്നിശലഭങ്ങൾ എന്ന ഈ ക്യാമ്പസ് പ്രണയ കഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 5 ചാവേർ. ഹോസ്റ്റൽ മുറിയുടെ വാതിൽക്കൽ കണ്ട ആ കാഴ്ച മീരയുടെ ബോധം കെടുത്തിക്കളഞ്ഞു. അവളുടെ പ്രിയപ്പെട്ട ഡയറി, അവളുടെ ഓരോ സ്വപ്നങ്ങളും കഷ്ടപ്പാടുകളും കുറിച്ചു വെച്ചിരുന്ന ആ പുസ്തകം ചോരയിൽ കുളിച്ചു കിടക്കുന്നു. അതിന്റെ ഓരോ താളും ക്രൂരമായി കീറപ്പെട്ടിരുന്നു. അതിനു മുകളിൽ കറുത്ത മഷിയിൽ ഒരു അന്ത്യശാസനം പോലെ എഴുതിയിരുന്നു: കളി തുടങ്ങിയിട്ടേയുള്ളൂ, നാളെ നിന്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവനെ നീ നഷ്ടപ്പെടുത്തും. ആ ഡയറിയിലെ രക്തം കണ്ടപ്പോൾ മീരയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു. പക്ഷേ മറുതലയ്ക്കൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ നിമിഷം അവൾക്ക് മനസ്സിലായി, അഭിമന്യുവിന്റെ പ്ലാൻ ബി തുടങ്ങിയത് അവളുടെ അച്ഛനിൽ നിന്നാണെന്ന്. പുറത്ത് മഴ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ഇടനാഴിയിലൂടെ ഓടുമ്പോൾ മീരയുടെ മനസ്സ് മരവിച്ചിരുന്നു. വാർഡനെയോ സുഹൃത്തുക്കളെയോ വിളിക്കാൻ അവൾക്ക് സമയമില്ലായിരുന്നു. അവൾ ഹോസ്റ്റലിന്റെ പിൻവാതിൽ വഴി ഇരുട്ടിലേക്ക് ഓട്ടി. ക്യാമ്പസ് ഗേറ്റ് കടന്ന് വിജനമായ റോഡിലെത്തിയപ്പോൾ ഒരു കറുത്ത SUV ഇരമ്പിക്കൊണ്ട് അവൾക്ക് മുന്നിൽ വന്നു നിന്നു. ഹെഡ്ലൈറ്റിന്റെ തീവ്രമായ വെളിച്ചത്തിൽ മീരയുടെ കണ്ണുകൾ മങ്ങി. വണ്ടിയുടെ ഡോർ തുറന്ന് അഭിമന്യു പുറത്തിറങ്ങി. അവന്റെ മുഖത്ത് ഒരു ഭ്രാന്തമായ ചിരിയുണ്ടായിരുന്നു. നിന്റെ അച്ഛനെയാണോ തിരയുന്നത് മീരെ? അദ്ദേഹം ഇപ്പോൾ എന്റെ അതിഥിയാണ്, അഭി പരിഹാസത്തോടെ പറഞ്ഞു. അഭി, എന്റെ അച്ഛനെ വിട്ടയക്ക്. നിനക്ക് പക എന്നോടല്ലേ? പാവം, അദ്ദേഹം എന്ത് പിഴച്ചു? മീര റോഡിൽ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു. പക നിന്നോട് മാത്രമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ എന്നേ പുറത്താക്കിയേനെ. പക്ഷേ നിന്റെ ആ തന്റെ ഇടം, അത് തകർക്കാൻ നിന്റെ ഏറ്റവും വലിയ ശക്തിയെ തന്നെ ഞാൻ ഇല്ലാതാക്കണം. നിന്റെ അച്ഛൻ ഇപ്പോൾ നഗരത്തിന് പുറത്തുള്ള ആ പഴയ ക്വാറിയിലെ ഗോഡൌണിലുണ്ട്. സൂര്യോദയത്തിന് മുമ്പ് നീ അവിടെ എത്തിയില്ലെങ്കിൽ ബാക്കി നിനക്ക് ഊഹിക്കാമല്ലോ. അവൻ വണ്ടിയിൽ കയറി മിന്നൽ വേഗത്തിൽ പാഞ്ഞുപോയി. മീര റോഡരികിൽ നിസ്സഹായായി അലറിക്കരയുമ്പോൾ ഒരു ബൈക്ക് അവളുടെ അടുത്ത് വന്നു നിന്നു. അത് സിദ്ധാർത്ഥായിരുന്നു. അവന്റെ മുഖത്ത് പതിവില്ലാത്ത ഒരു ഗൗരവമുണ്ടായിരുന്നു. മീര, പേടിക്കണ്ട, എനിക്കറിയാം അഭി എവിടെയാണ് അദ്ദേഹത്തെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന്. കയറൂ, നമുക്ക് അങ്ങോട്ട് പോകാം. യാത്രക്കിടയിൽ സിദ്ധാർത്ഥ് അഭിയെക്കുറിച്ചുള്ള ഒരു വലിയ സത്യം വെളിപ്പെടുത്തി. അഭിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് മീര. അവന്റെ അച്ഛൻ അവനെ എപ്പോഴും പണവും അധികാരവും ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിച്ചമർത്താൻ പഠിപ്പിച്ചു. സ്നേഹം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. ആ പകയാണ് അവൻ ലോകത്തോടും നിന്നോടും കാണിക്കുന്നത്. പക്ഷെ ഇന്ന് അവൻ അതിരു കടന്നിരിക്കുന്നു. സിദ്ധാർത്ഥ് രഹസ്യമായി പോലീസിന് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ക്വാറിയിലെ ആ പഴയ ഗോഡൌണിനുള്ളിൽ രാഘവൻ ഒരു മരക്കസേരയിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ട്. ചുറ്റും വിക്രമും റോണിയും മറ്റ് ഗുണ്ടകളും തോക്കുകളുമായി നിൽക്കുന്നു. അഭിമന്യു ഒരു സിംഹാസനത്തിൽ എന്ന പോലെ അവിടെയിരിക്കുന്നു. മീരയും സിദ്ധാർത്ഥും അകത്തേക്ക് കയറി. മീര ഓടിച്ചെല്ലാൻ നോക്കിയെങ്കിലും ഗുണ്ടകൾ അവളെ തടഞ്ഞു. വന്നുവല്ലേ? നിന്റെ അച്ഛന്റെ ജീവൻ വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. അഭി ഒരു കുപ്പി പെട്രോൾ അവൾക്ക് നേരെ എറിഞ്ഞു. നിന്റെ ഈ അറിവല്ലേ നിനക്ക് ഇത്രയും ധൈര്യം തരുന്നത്? നിന്റെ ഈ അച്ഛൻ ചോര നീരാക്കി വാങ്ങിക്കൊടുത്ത നിന്റെ പുസ്തകങ്ങൾ, അവയെല്ലാം നീ ഇന്ന് എന്റെ മുന്നിൽ വെച്ച് കത്തിക്കണം. ഇനിയൊരിക്കലും നീ ആ കോളേജിൽ വരില്ലെന്ന് സത്യം ചെയ്യണം. നിന്റെ ഭാവിയാണോ അതോ നിന്റെ അച്ഛന്റെ ജീവനാണോ വലുതെന്ന് എനിക്ക് കാണണം. രാഘവൻ കരഞ്ഞുകൊണ്ട് തലയാട്ടി. വേണ്ട മോളെ, ഇത് ചെയ്യരുത്. നീ പഠിക്കണം. എനിക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല. മീരയുടെ കൈകൾ വിറച്ചു. ഓരോ പുസ്തകത്തിലും അവളുടെ അച്ഛന്റെ വിയർപ്പിന്റെ മണമുണ്ടായിരുന്നു. അവൾ പുസ്തകങ്ങളിൽ പെട്രോൾ ഒഴിച്ചു. തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കാൻ തുടങ്ങുമ്പോൾ അവൾ അഭിയുടെ കണ്ണുകളിലേക്ക് നോക്കി. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട അഭിമന്യു. ഈ കടലാസുകൾ നീ കത്തിച്ചേക്കാം, പക്ഷേ എന്റെ തലയ്ക്കുള്ളിലെ അറിവിനെ നിനക്ക് തൊടാൻ കഴിയില്ല. ഈ തീ നിന്റെ അഹങ്കാരത്തെ കൂടിയാണ് കത്തിക്കാൻ പോകുന്നത്. തീപ്പെട്ടിക്കൊള്ളി താഴെ വീണതും വലിയൊരു ശബ്ദത്തോടെ ഗോഡൌണിന്റെ മറുഭാഗം തകർന്നു. സിദ്ധാർത്ഥ് നേരത്തെ തന്നെ അവിടെ വെച്ചിരുന്ന സ്ഫോടക വസ്തു പ്രയോഗിച്ചതായിരുന്നു. പുക പടർന്ന ആ നിമിഷം പോലീസ് അകത്തേക്ക് കയറി. സിദ്ധാർത്ഥ് ഗുണ്ടകളെ നേരിട്ടു. അതൊരു മാസാക്ഷൻ രംഗമായിരുന്നു. മീര ഓടിച്ചെന്ന് അച്ഛന്റെ ചങ്ങലകൾ അഴിക്കാൻ ശ്രമിച്ചു. അഭിദേഷ്യത്തോടെ മീരയെ തള്ളിമാറ്റി അവളെ ഉപദ്രവിക്കാൻ നോക്കി. പക്ഷെ ആ നിമിഷം മീര ഒരു ചാവേറിനെ പോലെ അഭിയെ നേരിട്ടു. അവൾ കയ്യിൽ കിട്ടിയ ഒരു ഇരുമ്പ് ദണ്ഡെടുത്ത് അഭിയുടെ കാലിൽ ആഞ്ഞടിച്ചു. ഇത് എന്റെ അച്ഛന്റെ ഓരോ തുള്ളി കണ്ണീരിനും, ഇത് എന്റെ തകർന്ന സ്വപ്നങ്ങൾക്ക്. അവൾ അവനെ തറയിലിട്ട് മർദ്ദിച്ചു. കാമ്പസിലെ ആ പാവം പെൺകുട്ടി ഇന്നൊരു ദുർഗയെപ്പോലെ മാറിയിരുന്നു. പോലീസ് അഭിയെ വിലങ്ങുവെച്ചു. അവന്റെ ആഡംബരവും അധികാരവും ആ മണ്ണിൽ തകർന്നു വീണു. ക്യാമ്പസിലെ രാജകുമാരൻ ഇന്ന് ഒരു കുറ്റവാളിയായി മാറിക്കഴിഞ്ഞു. ആ ഭീകരമായ രാത്രിക്ക് ശേഷം സൂര്യൻ ഉദിച്ചുയർന്നു. മീരയും അച്ഛനും സിദ്ധാർത്ഥിനൊപ്പം കോളേജിലേക്ക് മടങ്ങി. ക്യാമ്പസിലെ കുട്ടികൾ ഇന്ന് അവളെ നോക്കി പരിഹസിച്ചില്ല. പകരം അവർ ആദരവോടെ വഴിമാറിക്കൊടുത്തു.
പ്രൊഫസർ മേനോനും പ്രിൻസിപ്പലും അവളെ സ്വീകരിച്ചു. മീര, നീ ഈ കോളേജിന്റെ അഭിമാനമാണ്. നിന്റെ അച്ഛന്റെ ചികിത്സാ ചെലവും നിന്റെ തുടർന്നുള്ള പഠനവും കോളേജ് ട്രസ്റ്റ് ഏറ്റെടുക്കുന്നു, പ്രിൻസിപ്പൽ പ്രഖ്യാപിച്ചു. മീര അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു. രാഘവന്റെ കണ്ണുകളിൽ ഇന്ന് ആകുലതകളില്ലായിരുന്നു. സിദ്ധാർത്ഥ് മീരയുടെ അടുത്തേക്ക് വന്നു. നീ ജയിച്ചു മീര. പക്ഷെ ഓർക്കുക, പോരാട്ടം ഇനിയും കഴിഞ്ഞിട്ടില്ല. അഭിമന്യു തിരിച്ചുവരും. മീര ദൂരെ ആകാശത്തേക്ക് നോക്കി. അവളുടെ ഉള്ളിൽ ആ അഗ്നിശലഭം ഇന്ന് കൂടുതൽ കരുത്തോടെ ചിറകടിക്കുകയായിരുന്നു. പക്ഷെ പോലീസ് വണ്ടിയിൽ കയറുമ്പോൾ അഭിമന്യു മീരയെ നോക്കി വിളിച്ചു പറഞ്ഞു, നീ ഇന്ന് ജയിച്ചു എന്ന് വിചാരിക്കേണ്ട മീരെ. രാജാക്കന്മാർ വീണാലും അവരുടെ സാമ്രാജ്യം തിരിച്ചുവരും. ഞാൻ മടങ്ങിവരും. അഭിമന്യുവിന്റെ ഈ തകർച്ച താൽക്കാലികമാണോ? ജയിലിൽ നിന്ന് അവൻ എങ്ങനെ പ്രതികാരം ചെയ്യും? സിദ്ധാർത്ഥിന്റെ നിഗൂഢമായ സ്വഭാവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.